LDFിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. UDFിലോട്ട് എത്താനും പറ്റിയില്ല. പക്ഷെ എന്നാലും അദ്ദേഹം ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് നിലമ്പൂർ സ്വതന്ത്രനായിട്ടല്ല, വേറെ ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടിയുടെ ആളായിട്ട് മത്സരിച്ച് അദ്ദേഹത്തിനും കുറേ വോട്ട് നേടാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു. ആ ഒരു പോരാട്ട വീര്യം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം UDFിലെത്തി. UDFിൽ നിന്ന് ബേപ്പൂർ സാക്ഷാൽ പിണറായി വിജയൻ്റെ വീട്ടുകാരനെ തന്നെ എതിരിടാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു എതിരിടലിൽ ഒരു അർത്ഥമുണ്ട്. കാരണം പിണറായി വിജയൻ കഴിഞ്ഞാൽ CPMൽ വീണ്ടും ഏറ്റവും നേതൃത്വനിരയിലേക്ക് വരാൻ സാധ്യത, അതുപോലെ തന്നെ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ് എന്നായിരിക്കും PV അൻവർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ബേപ്പൂർ അദ്ദേഹത്തെ നേരിടുമ്പോൾ വെറുതെ അങ്ങ് നേരിടുകയല്ല, ഉറച്ച വിശ്വാസത്തോടെയാണ്. അദ്ദേഹം പറഞ്ഞു, 4-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞ് 3 മണി സമയത്ത് 4-ാം തീയതി 3 മണി സമയത്ത് വിജയാഹ്ലാദ പ്രകടനത്തിൽ നമുക്ക് കാണാം എല്ലാവരെയും എന്ന് അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം മത്സരിച്ചത്.